നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ആളിക്കത്തുമ്പോൾ പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ആ കുഴപ്പങ്ങളൊന്നും തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. എന്നാൽ ഈ കാരണവും പറഞ്ഞ് പ്രതിഷേധിക്കാൻ ഒട്ടനവധി പ്രവാസികൾ കേരളത്തിലേക്ക് എത്തുന്നതായുള്ള റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ മറവിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നതായുള്ള മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സജീവമായതായുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടും പുറത്തു വരികയാണ്. കേരളത്തിലെത്തി പ്രതിഷേധിക്കാൻ പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ട് വരുമ്പോൾ അത് പ്രവാസികൾക്കിടയിൽ അധ്വാനിച്ച് പണിയെടുക്കുന്ന ഒട്ടനവധി ആളുകൾക്കിടയിൽ ആശങ്കയാണ് വരുത്തുന്നത്. ഇവർ കേരളത്തിലേക്ക് എത്തുന്നവരെ സ്വർണ്ണക്കടത്തിനായി ഉപയോഗിക്കുന്നുണ്ടെന്ന കസ്റ്റംസ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ അവരുടെ വൃത്തങ്ങൾ വ്യക്തമാക്കുമ്പോൾ അത് പ്രവാസി ലോകത്ത് തന്നെ ആശങ്ക, അതോടൊപ്പം തന്നെ അവർക്ക് വളരെയധികം ഈ കാര്യത്തിൽ ആകാംക്ഷയും ഉണ്ട്. കേന്ദ്ര സർക്കാർ പൗരത്വ നിയമം പാസാക്കിയത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പരോക്ഷമായി പറയുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഭരണ പ്രതിപക്ഷ കക്ഷി അംഗങ്ങൾ ഒക്കെ വരുന്നുണ്ട്. കേരള നിയമസഭ ഒന്നടങ്കം പാസാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മറവിൽ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതായുള്ള റിപ്പോർട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇതുവഴി കടത്താൻ, അതായത് വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1,20,00,000 സ്വർണം കസ്റ്റംസ് ഇൻ്റലിജൻസ് പിടികൂടിയിരുന്നു. ഇത് ഒട്ടേറെ ആശങ്കയാണ് ഉണ്ടാക്കിയിരുന്നത്. സൗദി അറേബ്യയിൽ ഇത്തിഹാദ് എയർ വിമാനത്തിൽ അബുദാബി വഴി കരിപ്പൂരിലെത്തിയ കോഴിക്കോട് കൊടുവള്ളി ഷാഹുൽ മൻസൂർ, അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ട് മസ്കറ്റിൽ നിന്ന് ഒമാൻ എയർ വിമാനത്തിൽ വന്നതിന് ശേഷം പാലക്കാട് ചാലിശ്ശേരിയിൽ KK അഷ്റഫ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് വൻ പദ്ധതി ഇട്ടതായുള്ള റിപ്പോർട്ട് വരുന്നത്. ഇവർ രണ്ടുപേരുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നത്. മൻസൂർ ബാഗിലുണ്ടായിരുന്ന മിക്സിക്കുള്ളിലായിരുന്നു സ്വർണം ഒളിപ്പിച്ചതെന്നാണ് ഇപ്പോൾ നിർണായകമായ വിവരം ലഭിക്കുന്നത്. 2.35 കിലോ ആയിരുന്നു അത്. അഷ്റഫ് സ്പീക്കറിൻ്റെ അകത്താണ് സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. 650 ഗ്രാം സ്വർണ്ണമാണ് ഇയാളിൽ നിന്ന് മാത്രം കണ്ടെത്തിയത്. ഈ സംഭവങ്ങളാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൊണ്ടുവരുന്നത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ മാസം പിടിച്ചെടുത്തത് 11 കോടിയുടെ സ്വർണ്ണമാണ്. ഇതിൽ തന്നെ കണ്ടുകിട്ടിയിട്ടില്ലാത്ത ഒട്ടനവധി ഉണ്ട് എന്ന് തന്നെയാണ് അനൗദ്യോഗികമായി പറയുന്നത്. കാരണം ഇപ്പോഴും കസ്റ്റംസിൻ്റെ കണ്ണ് വെട്ടിച്ച് പലരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കസ്റ്റംസ് ഇൻ്റലിജൻസ് 26 കിലോ സ്വർണ്ണമാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടിയെന്നാണ് ഈ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി കേരളത്തിൽ മുഴുവനായി ആന്ധ്രാപ്രദേശ് സ്വദേശികളിൽ നിന്നുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടിയിട്ടുണ്ട്. 2.8 കോടിയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയിൽ നിന്ന് പിടികൂടിയത്. മുംബൈ സ്വദേശിയിൽ നിന്ന് 20 ലക്ഷം രൂപയുടെയും 17 ലക്ഷം രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റും കണ്ടെടുത്തതായുള്ള റിപ്പോർട്ടുമുണ്ട്. ക്രിസ്മസ് തലേന്ന് 3.25 കിലോ സ്വർണവുമായി 3 യാത്രക്കാരെ കസ്റ്റംസ് പിടികൂടിയിരുന്നു. ഇവരെല്ലാം തന്നെ പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തിയവരാണ് എന്നാണ് വിശദീകരണം കൊടുക്കുന്നത്. പെട്ടെന്ന് തിടുക്കത്തിൽ എത്തിയതല്ല, മറിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്നുള്ള വിചിത്രവാദം പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ ഇത്രയധികം രാജ്യത്ത് പ്രക്ഷോഭം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിലെത്തിയത് എന്ന് പറയുമ്പോൾ അതിൽ ആശങ്കയുണ്ട്, ദുരൂഹതകളുണ്ട്. 250 ഗ്രാം സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് മലപ്പുറം സ്വദേശി സ്വർണം കടത്താൻ നോക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിച്ചത്താവുകയായിരുന്നു. കഴിഞ്ഞ 20-ന് 28 ലക്ഷം രൂപയുടെ 750 ഗ്രാം സ്വർണം, അതായത് നവംബർ മാസം പിടിച്ചെടുത്തിരുന്നു. 12-ാം തീയതി നവംബർ 12-ാം തീയതി 68 ലക്ഷത്തിൻ്റെ സ്വർണം ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിരുന്നു. ഇങ്ങനെ ഒട്ടനവധി കേസുകൾ വന്നിരിക്കുമ്പോൾ ഇത് നെടുമ്പാശ്ശേരിയിൽ കൂടുതൽ കസ്റ്റംസിൻ്റെ ചെക്കിങ്ങും സുരക്ഷാ സംവിധാനം ബലപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.